വോക്സ് വാഗൺ പോളോ എന്നെ സംബന്ധിച്ച് ഇന്ത്യൻ കാർ മാർക്കറ്റിൽ ഞാൻ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് കണ്ടിട്ടില്ല. ഇനി ഒരു 50 വർഷം കഴിഞ്ഞാലും അതിൻ്റെ മനോഹാരിത അവിടെ തന്നെ കാണുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു വാഹനത്തിന് ഇപ്പോഴും ഒത്തിരിയധികം ഫാൻ ബേസുകളുണ്ട്, ഒത്തിരിയധികം ആൾക്കാർ ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സിമ്പിളായിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. സ്റ്റാൻഡേർഡ് പോളോ, GT പോളോ, GTI ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും വളരെ കൺഫ്യൂഷനുള്ള സംഭവം. പോളോയെ സംബന്ധിച്ച് ഇത് ആദ്യം വരുന്നത് 1.2 ലിറ്റർ, രണ്ടും ഡീസലും പെട്രോളും 1.2 ലിറ്റർ ആയിരുന്നു, 3 സിലിണ്ടർ എഞ്ചിൻസുമായിട്ട്. 2013 ആയപ്പോഴത്തേക്കാണ് ഡീസൽ TDIയും പെട്രോൾ MBA ആയിരുന്നു. പെട്രോൾ 4 സിലിണ്ടർ വരുന്നത്, അത് 1.2 ലിറ്റർ ആയിരുന്നു. ടർബോ ചാർജറും കൂടെ വന്നു പെട്രോളിനകത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2013 തന്നെയാണ് ഒരു 1.6 ലിറ്റർ ഡീസൽ എഞ്ചിൻ വന്നത്, TDI. അത് കഴിഞ്ഞ് 2014 ആയപ്പോഴത്തേക്ക് 1.5 ലിറ്റർ TDI വന്നു. 2010 സമയത്ത് തന്നെ ഒരു 1.6 ലിറ്റർ MBI ഉണ്ടായിരുന്നു, ഒരു പെട്രോൾ എഞ്ചിൻ. സാധാരണ മറ്റേ ബേസിന് 75 bhp ഒക്കെ ആയിരുന്നെങ്കിൽ ഈ 1.5 ലിറ്ററിന് ആ സമയത്ത് എനിക്ക് 108 bhp ആണ്ട് പവർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2018 ആയപ്പം TSI ഇറങ്ങി, 1 ലിറ്റർ TSI വന്നു. ഈ ഒരു സമയത്ത് 2019 ആയപ്പം ഡീസൽ നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ പെട്രോൾ മോഡൽസ് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ഇനി എല്ലാവർക്കും കൺഫ്യൂഷനുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ പോളോ 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. ഇതിൻ്റെ അകത്ത് ജനറലി നമുക്ക് ആൾക്കാർക്ക് യൂസ് ചെയ്യാനുള്ള പർപ്പസിനായിട്ട് കംഫോർട്ട് ലൈൻ, ട്രെൻഡ് ലൈൻ, ഹൈ ലൈൻ അങ്ങനെ പറഞ്ഞ് കുറച്ച് വേരിയൻസ് ഉള്ള സ്റ്റാൻഡേർഡ് പോളോ ഉണ്ട്. പെട്രോളിനെ സംബന്ധിച്ച് ഈ BS6, അതായത് 2020 മുന്നേ പെട്രോള് GT വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.2 ലിറ്റർ TSI എഞ്ചിൻ, അതായത് ടർബോ ചാർജ് സ്ട്രാറ്റിഫൈഡ് ഇഞ്ചക്ഷൻ എഞ്ചിൻ, DSGയോട് കൂടി വരുന്നതായിരുന്നു. പിന്നെ സ്പോർട്സ് വേരിയൻ്റ് ആയിട്ടുള്ള അതിൻ്റെ കുറേ അലോയി കാര്യങ്ങളൊക്കെ മാറ്റമുള്ള ഒരു പോളോയ്ക്കായിരുന്നു GT TSI എന്ന് പറയുന്നത്. GT TDI ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടർബോയുടെ ട്യൂണിങ്ങിന് വ്യത്യാസമുണ്ട്, ECU ട്യൂണിങ്ങിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പവർ അപ്പ് ചെയ്തിട്ടാണ് ആ വാഹനം വരുന്നത്, സാധാരണ TDIനേക്കാളും. ഇതാണ് GTയുടെ പ്രത്യേകത. പിന്നെ അതിൻ്റെ എക്സ്റ്റീരിയർ ചേഞ്ചസും ഉണ്ട്. ഇനി GTI എന്ന് പറഞ്ഞ് ഒരു 1.8 ലിറ്റർ TSI എഞ്ചിനോട് കൂടിയ ഒരു 3 ഡോർ ഹാച്ച് ബാക്ക് ഉണ്ട്. ബാക്കി പോളോ ഒക്കെ ഇന്ത്യയിൽ ലോക്കലി മെയ്ഡാണ്. 1.8 ലിറ്റർ GT TSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CBU കംപ്ലീറ്റ്ലി ബിൽറ്റ് യൂണിറ്റ് ആയിട്ട് ഇന്ത്യയിൽ വന്ന ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര വില കൂടുതലായിരുന്നു. കാര്യം ടാക്സൊക്കെ 100% കൊണ്ട് ടാക്സൊക്കെ ആയിട്ട് 28 ലക്ഷം രൂപ ഏതാണ്ടായെന്ന് തോന്നുന്നു. ഇതൊരു വേറൊരു ലീഗ് വാഹനമാണ്. 2020 ശേഷം ജസ്റ്റ് TSI എന്നുള്ള പേരിൽ തന്നെയാണ് ഇത് ഇറങ്ങിയത്. 2021-22 മാത്രമാണ് അവർ GT ബാഡ്ജിങ് പിന്നെ കൊണ്ടുവന്നത്. ഈ GT ബാഡ്ജിങ് ഇല്ലാതെ കുറച്ച് നാൾ ഇറങ്ങിയായിരുന്നു. അപ്പം ഒരു പോളോയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബാക്കി ഏത് വാഹനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ആ ലീഗിൽ നിന്നോ അതിൻ്റെ താഴെ അതിൻ്റെ മുകളിലോ നിങ്ങളെടുത്തു. ഒത്തിരി മുകളിൽ പോകാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊരിക്കലും ഈ പോളോ ഓടിക്കുന്ന, അതായത് പോളോയിലിരുന്ന് നിങ്ങൾക്ക് കാല് കൊടുത്താൽ, അല്ലെങ്കിൽ പോളോ ഇരുന്ന് നിങ്ങൾ കൺട്രോൾ ചെയ്താൽ കിട്ടുന്ന ഒരു കംഫോർട്ടോ ഒരു കോൺഫിഡൻസോ ഒരു പ്ലാൻഡ് ആയിട്ട് പോകുന്ന ഫീലോ നിങ്ങൾക്ക് വേറൊരു വാഹനത്തിലും കിട്ടത്തില്ല. പോളോ ഒരിക്കലും ഒരു ഫാമിലി കാറാണെന്ന് ഞാൻ പറയില്ല, ഇതൊരു ഡ്രൈവേഴ്സ് കാറാണ്. നിങ്ങൾക്കൊരു ഫാമിലിക്ക് ഭയങ്കര കംഫോർട്ടബിളായിട്ട് പോകാൻ പറ്റുന്ന ഒരു വാഹനമല്ല പോളോ. പക്ഷേ ഫ്രണ്ടിൽ 2 പേര് ഇരുന്ന് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാൻ വളരെ മനോഹരമായൊരു വാഹനമാണ് പോളോ. പ്രത്യേകിച്ച് ഒരു ഡ്രൈവറെ സംബന്ധിച്ച്. നിങ്ങൾ വേറെ വാഹനങ്ങളൊക്കെ ഒരു 500 കിലോമീറ്റർ ഓടിക്കുന്നതും പോളോ ഒരു 500 കിലോമീറ്റർ ഓടിക്കുന്നതും എൻറ്റയർലി ഭയങ്കര ഡിഫറെൻ്റാണ്. പോളോയെ സംബന്ധിച്ച് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ആ ഒരു വിലയ്ക്ക് ഇന്ത്യയിൽ ഇറക്കേണ്ട ഒരു വാഹനമല്ലായിരുന്നു വോക്സ് വാഗൺ പോളോ. കുറച്ചുകൂടെ വില കൂട്ടി വിറ്റിരുന്നെങ്കിൽ പാർട്സിൻ്റെയൊക്കെ ക്വാളിറ്റി കുറച്ചുകൂടെ അവർക്ക് കൂട്ടാൻ പറ്റുമായിരുന്നു. എന്തായാലും ആ ഒരു വിലയ്ക്ക്, അതായത് സാധാരണ ഇന്ത്യയിലുള്ള വാഹനങ്ങളുമായിട്ട് കിടപിടിച്ച് ആ ഒരു ലീഗിലേക്ക് മാരുതി, ഹ്യുണ്ടായി ഒക്കെ ആയിട്ട് കിടപിടിക്കാനായിട്ടൊരു വാഹനം ഇറക്കുമ്പം വോക്സ് വാഗന് വേറെ വഴിയൊന്നുമില്ല, അവർക്ക് കോസ്റ്റ് കട്ടിങ് മാത്രമേ ഉള്ളൂ. കോസ്റ്റ് കട്ടിങ്ങിനുള്ള വഴിയെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറയ്ക്കുക. സിമ്പിൾ. എനിക്ക് തോന്നുന്നത് അതിൻ്റെ പല കമ്പോണൻസിൻ്റെയും തിക്നെസ് വരെ അവർ കുറച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ കുറേ കോസ്റ്റ് കട്ടിങ് ഒക്കെ വരാനുള്ള സാധ്യത എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ഒരു ഊഹമാണ് അതൊക്കെ കേട്ടോ, ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യം. എന്തൊക്കെ പറഞ്ഞാലും ഈ പോളോയുടെ ഷെല്ലെന്ന് പറയുന്നത് അതൊരു ഷെല്ല് തന്നെയാണ്, അത്രയ്ക്ക് സേഫാണ്. സ്പീഡ് സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തരുന്ന എല്ലാത്തിൻ്റെയും ഫീഡ്ബാക്ക് ഭയങ്കരമാണ്. കാല് കൊടുത്താൽ അപ്പോൾ സ്പീഡ് കയറുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നിടത്ത് വണ്ടി വരുന്നു, വണ്ടി നിൽക്കുന്നു. ഇതിൻ്റെ ബ്രേക്കിംഗ് പവർ മനോഹരമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസിലൊന്ന് അതിൻ്റെ ബ്രേക്കിംഗ് ആണ് കേട്ടോ, ഡ്രൈവിങ്ങിൻ്റെ അകത്ത്. ഡ്രോബാക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പുറകിരുന്ന് യാത്ര ചെയ്യുന്നവർക്ക് ഭയങ്കര സ്മൂത്ത് റൈഡ് ആയിരിക്കത്തില്ല പോളോ.
അവർക്ക് അതിഭയങ്കര സ്പേസ് കൊടുക്കുന്ന ഒരു വാഹനമായിരിക്കത്തില്ല പോളോ. സോ അതാണ് ഞാൻ പറഞ്ഞ ഒരു ഫാമിലി കാർ ആയിരിക്കില്ല എന്നുള്ളത്.